അമിത ജോലി ഭാരത്താൽ വലഞ്ഞ് സെൻസസ് ജോലികൾ എടുക്കുന്ന ഉദ്യോഗസ്ഥർ 750 വീടുകളിൽ വരെ സെൻസസിനായി പോകേണ്ട അവസ്ഥയിലാണ് ഉദ്യോഗസ്ഥർ. സെൻസസ് മാനുവലിന് വിരുദ്ധമായ കാര്യങ്ങളാണ് നടക്കുന്നതെന്ന പരാതിയും ഉദ്യോഗസ്ഥർക്കുണ്ട്. മുഹമ്മദ് അസ്ലം വിവരങ്ങൾ നൽകും. അസ്ലം, സെൻസസ് ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ പരാതികൾ ഉണ്ടായിരുന്നു. ഒരു ജോലി ഭാരവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അത് വന്നിരുന്നത്. അപ്പോൾ അത്തരത്തിൽ 750 വീടുകൾ വരെ കയറി ഇറങ്ങേണ്ട ഒരു അവസ്ഥയാണോ നിലവിൽ ഉദ്യോഗസ്ഥർക്കുള്ളത്? ഈ ജോലി ഭാരവുമായി ബന്ധപ്പെട്ട് അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട പരാതികൾ എന്താണ്? ജിൽസി, പ്രധാനമായും അവർ ഉന്നയിക്കുന്ന പരാതി എന്ന് പറയുന്നത് കയറേണ്ട വീടുകളുടെ എണ്ണം തന്നെയാണ്. പല സ്ഥലങ്ങളിലും നമുക്കറിയാം, നേരത്തെ തന്നെ എന്യൂമറേറ്റർമാർ ആയി നിയോഗിച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥർ, അധ്യാപകരുണ്ട്, മറ്റ് ഉദ്യോഗസ്ഥരുണ്ട്. അവർക്കൊക്കെ നൽകിയ മാപ്പ് പ്രകാരം പല സ്ഥലങ്ങളിലും വീടുകളെ കണ്ടെത്തുന്നതിനേക്കാൾ ബുദ്ധിമുട്ടുകളാണ് ആദ്യഘട്ടത്തിൽ പറഞ്ഞതെങ്കിൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന, കോഴിക്കോട് നിന്നൊക്കെ ലഭിക്കുന്ന, പല വാർഡുകളിൽ ലഭിക്കുന്ന വിവരപ്രകാരം കോഴിക്കോട് കുറ്റ്യാടി വില്ലേജിലെ 5-ാം വാർഡിലെ ഒരു എന്യൂമറേറ്റർക്ക് 750 വീടുകളിൽ കയറണം. 750 വീടുകൾ എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ നിശ്ചയ ദിവസം 10 ദിവസത്തെ അവധിയാണ് ശരിക്കും ഈ അധ്യാപകർക്ക് മറ്റുമൊക്കെ നൽകിയിരിക്കുന്നത്. ഈ ദിവസം കൊണ്ട് പണി പൂർത്തീകരിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്കാണ് ശരിക്കും പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ കൂടുതൽ അവധിയെടുത്ത് എങ്കിലും, കാരണം നമുക്കറിയാം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചുമതലകൾ പോലെയാണ് സെൻസസ് ചുമതലകളും, വളരെ നിർബന്ധിത ബാധ്യതയാണ്. അതിലെന്തെങ്കിലും വീഴ്ചകൾ വന്നാൽ അവരുടെ സർവീസിന് തന്നെ ശരിക്കും പിന്നെ അതിൽ വിശദീകരണം നൽകേണ്ടി വരും, മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ശരാശരി ശരിക്കും നിലവിലെ സെൻസസിന്റെ മാനുവൽ പ്രകാരം 150 വരെ, അല്ലെങ്കിൽ 150 അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ ഭൂമിശാസ്ത്രം പരിഗണിച്ചുകൊണ്ട് 200 വീടുകളൊക്കെയാണ് ഒരു എന്യൂമറേറ്ററൊക്കെ ഉണ്ടാവുക. അതിനനുസരിച്ചുള്ള ദിവസമാണ് അവർക്ക് അനുവദിച്ച് നൽകിയിരിക്കുന്നത്. കാരണം ഒരു വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ 34 ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കണം. ആ വീട്ടിലെത്തി 34 ചോദ്യങ്ങൾ പൂരിപ്പിച്ച് വേണം അടുത്ത വീട്ടിലേക്ക് പോകാൻ. വീട് കണ്ടെത്താനുള്ള ബുദ്ധിമുട്ട് വേറെയും, കാരണം അവർ നൽകിയിരിക്കുന്ന മാപ്പ് അനുസരിച്ച് പലതും കിട്ടണമെന്നില്ല, അടുത്തടുത്തായിരിക്കണമെന്നില്ല. ചില വീടുകൾ മാറിയും മറ്റുമൊക്കെ പോകേണ്ടി വരും. പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങൾ, കുറ്റ്യാടി എന്ന് പറയുന്നൊരു ഗ്രാമപ്രദേശമാണ്, മാത്രമല്ല മലയോര മേഖലയാണ്. സ്വാഭാവികമായിട്ടും വീടുകൾ തമ്മിൽ അകലവും മറ്റുമൊക്കെ പ്രശ്നമുണ്ട്. അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകുമ്പോൾ പോലും ഈ 700, 750 വീടുമൊക്കെ കയറേണ്ട ഉദ്യോഗസ്ഥർ, എന്യൂമറേറ്റർമാരുണ്ട് എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചോളം അത് ഹെർക്കുലിയൻ ടാസ്ക്കാണ്. അവർക്ക് തീരാത്ത ഒരു പ്രശ്നമായി മാറുകയാണ്. അത് ജില്ലാതലത്തിൽ തന്നെ ഇതിൻ്റെ ഡിവിഷൻ നടത്തി, അല്ലെങ്കിൽ വില്ലേജ് തലത്തിൽ, താലൂക്ക് തലത്തിൽ ഇതിൻ്റെ ഓരോ എന്യൂമറേറ്റർക്ക് നൽകേണ്ട വീടുകൾ ഡിവിഷൻ ചെയ്തതിൻ്റെ പ്രശ്നമാണെന്നുള്ള സൂചനകളാണ് ഉദ്യോഗസ്ഥർ നൽകുന്നത്. അവരെ സംബന്ധിച്ചോളം ഇത് പരാതി ഉന്നയിച്ച് മുന്നോട്ട് പോകാനുള്ള സമയമല്ല, ഈ നിശ്ചയ സമയത്തിനുള്ളിൽ തീർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ജില്ലാതലത്തിലോ മറ്റോ ഒക്കെ ഇത് പരിഹരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പരിഗണിച്ചുകൊണ്ട് കൂടുതൽ ജോലിഭാരമുള്ള ഉദ്യോഗസ്ഥർക്ക് ഏതെങ്കിലും തരത്തിൽ വീടുകൾ കുറച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ കൂടുതൽ ഉദ്യോഗസ്ഥരെ നിയോഗിക്കുകയോ ചെയ്തുകൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നുള്ളതാണ് പറയാനുള്ളത്. എന്തായാലും സെൻസസുമായി അവർ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ അമിതമായ ജോലിഭാരമാണ് ശരിക്കും ഉള്ളത്. മാത്രമല്ല ഈ സെൻസസിന്റെ കിറ്റും മറ്റുമൊക്കെ എത്തിക്കാൻ, പല സ്ഥലങ്ങളിലും എത്തിക്കാൻ വൈകിയത് കാരണം സെൻസസ് തുടങ്ങാൻ തന്നെ പലർക്കും ഉദ്യോഗസ്ഥർക്കും വൈകിയാണ് തുടങ്ങിയത്. പല ദിവസങ്ങളും ഇതിൻ്റെ പേരിൽ നഷ്ടപ്പെടുകയും ചെയ്തു. ഇതിനിടയ്ക്കാണ് ഈ പുതിയ കണക്കുകൾ പ്രകാരം, അല്ലെങ്കിൽ അവർ മുന്നിൽ കണക്കുകൾ വരുമ്പോൾ 700-ലധികം വീടുകളുണ്ടെന്നുള്ള കണക്കുകൾ വരുന്നത്. എല്ലായിടത്തും 700 അല്ല, 500, 400, 300 ഒക്കെ വീടുള്ള സ്ഥലങ്ങളുണ്ട്. എന്തായാലും അവർക്ക് താങ്ങാൻ കഴിയുന്ന തരത്തിലേക്ക് തന്നെയാണ്. അവർക്ക് അമിത ജോലി ഭാരമാണ്. 700-750 വീടുകളൊക്കെ കയറേണ്ടി വരുന്നത് വലിയ ദുരിതമാണ്, അമിത ജോലി ഭാരമാണ് എന്നുള്ള പരാതിയാണ് ഈ സെൻസസ് ഡ്യൂട്ടിക്കായി നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥർ ഉന്നയിക്കുന്ന ആരോപണം.